Hello everyone. So this video is about my home art studio. It's my first ever vlog too, so please kindly ignore the mistakes. So it's not a long video or something. It's just about organizing and rearranging my home art studio. I set up an art studio in a place where I live. I live in Bangalore actually since few years. For my college and everything, I was in Bangalore, so I thought, okay, why not have an art studio here? And I've been using that studio since like some time now. So I'll be moving out from here soon. So there will be another art studio set up over there. But the first home art studio always holds a memory, right? So it's a small little art studio. It's not something fancy. This was how the room initially looked like. Actually, it was quite messier than this, but yeah, we managed to arrange. And there was a request that video മലയാളത്തിൽ തന്നെ വേണമെന്ന് കുറച്ച് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ദർ വിൽ ബി സബ് ടൈറ്റിൽസ്, ബട്ട് ഈ വീഡിയോ മലയാളം മാത്രമൊന്നും ആയിരിക്കില്ല, നോ വരീസ്. ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സ് ആയിരിക്കും. സോ യാ, നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലൈവുഡിൻ്റെ ഷീറ്റ്സ് നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഷേപ്സ് അവരെ കൊണ്ട് തന്നെ പറഞ്ഞ് കട്ട് ചെയ്ത് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ പീസും കളയാണ്ട് ഞാൻ എടുത്തിട്ട് പോന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇതൊക്കെ അറേഞ്ച് ചെയ്യാനും ഫിറ്റിങ്സിനൊക്കെ വേണ്ടി ഡ്രില്ലിംഗ് മെഷീൻ വാസ് വാട്ട് വി റെൻറ്റഡ് ഔട്ട്. അത് കഴിഞ്ഞ് ടയർ ഒരു പഴയ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മളൊരു ചീപ്പ് പ്രൈസിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. അത് വെട്ടിപ്പൊളിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതാ ഈ കാണുന്ന ഒരു ഓട്ടോമാൻ സൈഡ് സ്റ്റൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, കുഷ്യനൊക്കെ നമ്മൾ സ്പോഞ്ച് വെച്ച് തന്നെ നമ്മൾ DIY ആയിട്ട് ചെയ്തുണ്ടാക്കി. ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടാണ് എല്ലാം ഡ്രില്ല് ചെയ്ത് ഫിക്സ് ചെയ്തത്. റോപ്പ് ഇടയിൽ വെച്ച് കഴിഞ്ഞു പോയി. സോ ഐ ഹാവ് ടു ഗെറ്റ് മോർ റോപ്സ് ആൻഡ് കവർ ഇറ്റ് അപ്പ്. പിന്നെ ആ ഷെൽഫ് ആമസോണിൽ നിന്നായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ടേബിൾ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്നായിരുന്നു. ആൻഡ് ട്രൈപോഡ് ലാമ്പ് അത് വെച്ചിട്ടാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടേബിളിൻ്റെ മേലെ വെച്ച് സ്കെച്ച് ബുക്ക് വീഡിയോസൊക്കെ കവർ ചെയ്യാറ്. അതിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ബയോയിൽ ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ സെറ്റ് ചെയ്ത് തുടങ്ങിയത് ബ്രഷസ് ആണ്. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഐ നീഡഡ് മൈ ബ്രഷസ് ഓൾവേസ് വെൽ അറേഞ്ച്ഡ്. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ആൻഡ് ഈ ഹോം ആർട്ട് സ്റ്റുഡിയോ വാസ് വൺസ് ഫാൻസി ഫോർ മീ. ആൻഡ് ഇപ്പോൾ അതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയതുകൊണ്ട് എന്താ പറയുക, നല്ലോണം അറേഞ്ച് ചെയ്യണം. എനിക്ക് പൊതുവേ എല്ലാം നല്ലോണം അറേഞ്ച് ചെയ്തിരിക്കണം എന്ന് ഉള്ളൊരു കൂട്ടത്തിലാണ്. അപ്പം ആർട്ട് സ്റ്റുഡിയോ ഈസ് ഓഫ് കോഴ്സ് സംതിങ് വി ഹാവ് ടു അറേഞ്ച്. അപ്പോൾ ഇത് ഒരുപാട് നാൾ ഞാൻ നിന്നൊരു റൂമാണ്. അപ്പോൾ ഇത് എന്നും ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടു നടക്കാറില്ല. ബട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ റൂം വിട്ട് ഇറങ്ങാറായപ്പോഴാണ് ഇത് ഫൈനലി അപ്ഗ്രേഡ് ചെയ്യാനും ആൻഡ് ആസ് എ ഹോം ആർട്ട് സ്റ്റുഡിയോ നിങ്ങളെല്ലാവരും കാണിച്ചു തരാനും പറ്റിയത്. അപ്പോൾ യാ, ബ്രഷസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ആ സൈഡിലെ വൈറ്റ് റാക്ക് വാസ് മീഷോ എന്നായിരുന്നു തോന്നുന്നത്, ഐ ഗെസ്. ഐ തിങ്ക് അങ്ങനത്തെ ഒരു റാക്ക് മോസ്റ്റ് ഓഫ് യു വിൽ ബി ഫെമിലിയർ വിത്ത് IKEA വൺ. ബട്ട് ഞാൻ അതിന് മുന്നേ തന്നെ ഇത് മീഷോന്ന് ഞാൻ എടുത്തതായിരുന്നു. സോ അതാ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ക്യാൻവാസൊക്കെ ഞാൻ തൽക്കാലത്തേക്ക് ടേബിളിൻ്റെ സൈഡിൽ തന്നെ സെറ്റ് ചെയ്തേ. ആൻഡ് ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് വരാനുണ്ട്, നമ്മുടെ പെയിൻറ്റ് ട്യൂബ്സ്. പെയിൻറ്റ്സ് ആർ എസെൻഷ്യൽ, റൈറ്റ്? അപ്പോൾ അത് ഞാനൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ഐഡിയ ആണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്ലൈവുഡിൻ്റെ ഒരു ബോർഡായിട്ട് കട്ട് ചെയ്ത് അതിൽ നെയിൽസ് അറ്റാച്ച് ചെയ്തിട്ട് പെയിൻറ്റ് ട്യൂബ്സ് ഹാങ് ചെയ്യാൻ പോവാണ്. യാ, അപ്പോൾ ഇതായിരുന്നു ആ ഐഡിയ. ഇത് എന്താ പറയുക, ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഓൾവേസ് പെയിൻറ്റ് ഇങ്ങനെ ഭയങ്കര ക്ലസ്റ്റേർഡ് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനൊക്കെ എല്ലാം കൂടെ വലിച്ചു വാരിയിടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ മെസ്. അപ്പോൾ ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ആൻഡ് എസ്തെറ്റിക്കലി പ്ലീസിങ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഐഡിയ നമ്മൾ ട്രൈ ചെയ്തു ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് വെൽ. അപ്പോൾ കുറച്ച് ട്യൂബൊക്കെ എംപ്റ്റി ആവാറായി. വി ഹാവ് ടു റീഫിൽ ഇറ്റ് ഔട്ട്. ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ അവിടെ കാണുന്നത് എൻ്റെ ഈസലാണ്. ഞാൻ അത് ഒരുപാട് ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ടേബിളാണ് പാലറ്റിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്ത് ആ പ്ലൈവുഡ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ അത് ഇവിടെ വന്ന് നമ്മൾ ഡ്രിൽ ചെയ്ത് ഫിക്സ് ചെയ്ത് ഒരു ചെറിയൊരു കോഫി ഒരു സൈഡ് ടേബിൾ പോലെ ആക്കിയതാണ്. എല്ലാം നല്ലപോലെ അറേഞ്ച് ആയി വന്നിട്ടുണ്ട്. ആൻഡ് ആ ആസ്ട്രോനോട്ട് വന്നിട്ട് എനിക്കിവിടെ ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തതാണ്.
അതും നിങ്ങളെല്ലാവരും ഒരുവിധമൊക്കെ സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ട് ഭയങ്കര ഫെമിലിയർ ആയ സാധനമാണ്. ഐ ഓൾവേസ് കീപ്പ് എ സ്മോൾ ഡസ്റ്റ്ബിൻ നിയർ ബൈ. അപ്പോൾ ഇറേസറിൻ്റെ ഡസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കളക്ട് ചെയ്ത് ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോം ആർട്ട് സ്റ്റുഡിയോ എനിക്ക് ആകെ ഒരു സങ്കടം, എന്താ പറയുക, ലീവിങ് ദിസ് റൂം. അപ്പോൾ ഐ എം ഷിഫ്റ്റിംഗ് ടു അനദർ പ്ലേസ്, സോ ദർ വിൽ ബി അനദർ സെറ്റപ്പ് ഓവർ ദർ. അപ്പോൾ ബട്ട് ലൈക്ക് ഐ സെഡ്, ഇത് എൻ്റെ ആദ്യത്തെ സെറ്റപ്പ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ഓൾവേസ് ബി മൈ ഫേവറേറ്റ്. ഇത് എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു കംഫർട്ടബിൾ കോർണറാണ്. ബിക്കോസ് ഇതൊരു എൻ്റെ ഈസിൽ അവിടെ ഉണ്ട്, ബട്ട് ജസ്റ്റ് ഇൻ കേസ് ഒരു സെക്ഷൻ എന്ന നിലയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഞാൻ ക്ലാമ്പ് ബോളിനോട് അറ്റാച്ച് ചെയ്ത് നെയിൽസ് സ്റ്റോപ്പറൊക്കെ ആയി വെച്ചിട്ട് നമ്മൾ ഒരു ഇമൂവബിൾ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് കൈൻഡ് ഓഫ് ഈസൽ എന്ന നിലയ്ക്ക് ഇത് ക്രിയേറ്റ് ചെയ്തതാണ്, ഒരു എക്സ്ട്രാ ഈസൽ സ്പേസ്. അപ്പോൾ ഫ്ലോർ ലാമ്പും ഒരു DIY ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം മര്യാദയ്ക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല. ആൻഡ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ചുമ്മാ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഫ്രിഡ്ജൊക്കെ സൈഡിലുണ്ട്, സോ നെവർ മൈൻഡ്. ഈ ടേബിൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ മീ. കാരണം വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാം നിലത്ത് വെക്കാനും അവിടെ ഇവിടെയും വെക്കാനും അല്ലെങ്കിൽ ഉള്ള ഒരു വൈറ്റ് ടേബിൾ മെസ്സി ആക്കേണ്ടത് ആവശ്യം വന്നില്ല. സോ ഐ ജസ്റ്റ് സ്പ്രെഡ് എവറിഥിങ് ഔട്ട് ഓൺ ദ ടേബിൾ. ഈ പാലറ്റിൻ്റെ ഷേപ്പിലുള്ള ഈ ടേബിൾ വാസ് ജസ്റ്റ് ദ റൈറ്റ് തിങ് ഫോർ മീ. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ദി ഓൺലി സാഡ് പാർട്ട് ഇസ് ദാറ്റ് ഞാൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ഹാവ് ടു അറേഞ്ച് ഓൾ ദീസ് തിങ്സ് ബാക്ക് ഇൻ മൈ ന്യൂ റൂം. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഐ ഹോപ്പ് യു ലൈക്ക് മൈ ടൈനി ഹോം ആർട്ട് സ്റ്റുഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Bye.